ഹലോ മാം, ഗുഡ് ഈവനിങ്. ഇത് വിളിക്കുന്നത് മൂൺ കോഡസിലെ റിട്ടേൺ സെക്ഷനിൽ നിന്നായിരുന്നേ. ആ ഓക്കെ മാം, ദൃശ്യ ഡി ആണോ? ദൃശ്യ അതെ. ഒരു ഓഗസ്റ്റ് 16 627750 എന്ന് പറയുന്ന ഒരു ഓർഡർ നമ്പറിൽ നിന്ന് ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ റിട്ടേൺ സെക്ഷനിലേക്ക് ഓർഡർ അത് റിട്ടേൺ വന്നിട്ടുണ്ട്. ഇന്നാണ് റിട്ടേൺ വന്നേക്കുന്നത്. അപ്പൊ അത് എന്താണ് എന്റെ എൻക്വയറി എന്താണെന്ന് അറിയാൻ വേണ്ടി മാം, പ്രൊഡക്റ്റ് ഡെലിവറി ആയിരുന്നു. ഈ സാധനം ഞാൻ എന്ന് ഓർഡർ ചെയ്തതാന്നാ പറഞ്ഞേ? ഓഗസ്റ്റ് 16 2024. ഇപ്പൊ മാസം എത്രയായി? ഇതിപ്പോ ജൂണ്. എത്ര മാസമായി? അത് മാമിന് അറിയാലോ, കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടൂലേ എനിക്ക് എത്ര നാളെ? നിങ്ങൾ പറ, നിങ്ങൾ എത്ര മാസമായി ഇപ്പൊ ഈ സാധനം? ഇതിപ്പോ നമ്മള് റിട്ടേൺ സെക്ഷനിൽ നിന്ന് വിളിക്കുന്നത് മാം. നിങ്ങൾ ഏതെന്ന് വിളിച്ചാലും എനിക്ക് അറിഞ്ഞൂടാ. ചോദിക്കാനാ വിളിച്ചേ. നിങ്ങൾ ഏത് സെക്ഷനിൽ നിന്നായാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാന് നിങ്ങളെ പല പ്രാവശ്യം ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എന്ത് മറുപടിയാ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മെയ് ലാസ്റ്റിന് കൺസ്യൂമർ കോടതിയിൽ കംപ്ലൈന്റും പോയിട്ടുണ്ട്. ആ കംപ്ലൈന്റ് നിങ്ങൾക്ക് എത്തിയ ഉടനെ നിങ്ങൾക്ക് ആ സാധനം ഇവിടെ അയക്കണമെങ്കിൽ എനിക്കത് വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് അയക്കാനല്ല ഞാൻ എന്റെ കാശ് അവിടെ തന്നിട്ടുള്ളത്. ഞാൻ ലീഗലി അതിന്റെ വഴിക്ക് ആ കാര്യങ്ങൾ പോയിക്കോളും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് വാങ്ങിക്കാതിരുന്നത്. ശരി. നമ്മുടെ കയ്യിലെ പണം കൊടുത്ത് നമ്മൾ സാധനം മേടിക്കുമ്പോ അവള് തിരിച്ച് പറയുന്ന മറുപടി കേട്ടോ. അതായത് ഈ കസ്റ്റമർ കെയറിൽ ഇരിക്കുന്ന പെങ്കൊച്ചു പറയുന്ന മറുപടി നിങ്ങൾ കേട്ടോ. നിങ്ങൾ ഇതുപോലെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഒരുപാട് പേര്. മൂൺ കോഡസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പർച്ചേസ് ആപ്പ് വഴി ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി പറ്റിക്കപ്പെട്ട വ്യക്തികളായിരിക്കുമല്ലോ നിങ്ങൾ. കുറേ പേര് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ, 2024-ലും 2023-ലും ഒക്കെ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന്. ഇങ്ങനെയും പറ്റിക്കാവോ സുഹൃത്തെ? ഇങ്ങനെയും പറ്റിക്കാമോ എൻ്റെ എന്താ പറയുന്നത് മുതലാളി? പറ്റിക്കാവോ? എരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുന്ന പരിപാടി അത് ശരിയാണോ? ഒന്ന് പറ. കൂടുതൽ ഞാൻ വ്യക്തമാക്കി തരാം. ഓരോ വോയിസും കൈ കിടക്കാണ്. അടുത്തൊരു വോയിസും കൂടെ കേൾപ്പിച്ചു തരാം. ഓക്കെ, ഈ ഓർഡർ ചെയ്തിട്ട് കിട്ടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ഒരു വോയിസും കൂടെ ഒന്ന് കേട്ടു നോക്കിയാലോ? കേൾക്കാന്നേ. ഹലോ, ഞാൻ 2024 ഓഗസ്റ്റ് 14 തീയതിയാണ് മൂൺ കോഡസ്ന്ന് ഒരു 699 ഒരു കുർത്തി ഓർഡർ ചെയ്തത്. അതിൽ ടോട്ടൽ 699 അതിൻ്റെ പ്രൈസും അതിൻ്റെ കൂടെ അതിൻ്റെ GST, ഷിപ്പിംഗ് ചാർജ്, എങ്ങനെ എല്ലാം കൂടെ 807 ഞാൻ പേ ചെയ്തായിരുന്നു. അതിനകത്ത് അവർ നോർമൽ പറയുന്ന പോലെ 90 വർക്കിംഗ് ഡേയ്സ് ആണ്. അത് നോക്കിയിട്ട് തന്നെയാണ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തത്. അതിനുശേഷം ഞാൻ 90 വർക്കിംഗ് ഡേയ്സ് അല്ല, 6 months വരെ ഞാൻ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇവരുടെ ലേറ്റ് ആവും എന്നുള്ള ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവർ പ്രോഡക്റ്റേ മുക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു 6 month വരെ ഓക്കെ നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തത്. 6 month ആയിട്ടും അവരുടെ നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. ഞാനപ്പോൾ അവരുടെ സൈറ്റിൽ കയറിയിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് മെസ്സേജ് അയച്ചു. ഇതിന് രണ്ടിനും അവരുടെ നോർമൽ ഫോർവേഡ് മെസ്സേജുകളാണ് അവരുടെ ഷിപ്പിംഗ് പോളിസിയും അവരുടെ പോളിസികളൊക്കെ ഉള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന നോർമൽ ആയിട്ടുള്ള അവരുടെ ഫോർവേഡ് മെസ്സേജാണ് വന്നത്. വേറൊരു റിപ്ലൈയും എനിക്ക് ഇതിന് രണ്ടിനും മെയിലിലും കിട്ടിയില്ല, വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജിനും കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ അതും കഴിഞ്ഞ് ഒരു ജാനുവരിയിലാണ് പിന്നീട് ഞാൻ ഇവരുടെ ഒരു റീലിൻ്റെ താഴെ ആരോ ഇതേപോലെ പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും കമൻറ്റ് ചെയ്തത് എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇവർ ഉടനെ അപ്പോൾ കമൻറ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം അവരെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. ഞങ്ങളുടെ മാനുഫാക്ചേഴ്സ് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ കഴിഞ്ഞ് കൊണ്ടുവന്ന് തരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അതെപ്പോൾ തരാൻ പറ്റുമെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരു ടൈം പീരീഡ് ഒന്നുമില്ല. ഞങ്ങൾക്ക് എപ്പോൾ കിട്ടുന്നോ പ്രോഡക്റ്റ് അപ്പം ഞാൻ നിങ്ങൾക്ക് തരും എന്നുള്ള രീതിയിൽ വളരെ ഒരു കൺസ്യൂമേഴ്സിനോട് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മളൊരുമാതിരി നമ്മൾ അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് അവിടെ നിന്നുള്ള റെസ്പോൺസ് ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് നിങ്ങളൊരു ടൈം പറയൂ, ഏത് സമയത്തിനുള്ളിൽ ആ പ്രോഡക്റ്റ് കിട്ടും എന്നുള്ളത് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അവർക്കത് പറയാൻ പറ്റില്ല. എപ്പോൾ തരുന്നു അവർക്ക് തോന്നുന്ന സമയത്ത് അവർ തരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഞാൻ കേസുമായിട്ട് പോകും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ കേസുമായിട്ട് പൊക്കോളൂ, നമുക്കൊന്നുമില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ ഓൺലൈനായിട്ട് കൺസ്യൂമർ കോടതിയിൽ പരാതി രജിസ്റ്റർ ചെയ്തത്. പരാതി രജിസ്റ്റർ ചെയ്തതിന് ശേഷം 1 വർഷത്തോളം അതിൻ്റെ ഹിയറിങ്ങും കാര്യങ്ങളും ഒക്കെയായി. മെയ് 15 അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നത്. ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് നമുക്ക്
807 രൂപയാണ് ഞാൻ ആ പ്രോഡക്റ്റിന് ചിലവാക്കിയത്. അതിന് ഇത്ര നാളത്തെ പലിശയും എൻ്റെ കോടതി ചിലവും എല്ലാം കൂടെ എനിക്ക് 10,000 രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ആ ജഡ്ജ്മെന്റിൽ പറയുന്നത്. നമുക്ക് കസ്റ്റമേഴ്സിനോട് വളരെ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ കേസിനായിട്ട് പോകാനുള്ള ഒരു കാര്യം, നമ്മൾ പൈസ കൊടുത്ത് ഓർഡർ ചെയ്യുന്ന ഒരു സാധനം അത് 100 രൂപയുടെ ആയിക്കോട്ടെ, 1000 രൂപയുടെയോ 10,000 രൂപയുടെയോ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്ട്, നമ്മൾ അവരുടെ നിന്ന് പൈസ മേടിച്ചു എന്നൊരു, നമ്മൾ അവരെ പറ്റിച്ചു എന്നുള്ള ഭാവത്തിൽ നിന്ന് അവരുടെ ഒരു റെസ്പോൺസ് ആണ് എനിക്ക് കോടതിയിൽ പോകണം, കേസ് ഫയൽ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള മെയിൻ റീസൺ അതായിരുന്നു. അവരുടെ ഒരു കസ്റ്റമേഴ്സിനുള്ളിൽ റൗഡ് ബിഹേവിയർ അതൊരിക്കലും നമുക്ക് അങ്ങനെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് പോയത്. ഇത്രയും ഒരു വർഷത്തോളം എടുത്തു കോടതിയിൽ എൻ്റെ പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞ് ജഡ്ജ്മെൻ്റ് ആവാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം പറയാൻ പറ്റുമോ, ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു എന്നുള്ളത് അവരറിഞ്ഞപ്പോൾ എനിക്ക് ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ അവർ ഈ പ്രോഡക്റ്റ് എനിക്ക് അയച്ചു തന്നു. ഞാൻ എൻ്റെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം. അപ്പോൾ അവർ അയച്ചു തന്നപ്പോൾ ഞാനത് കൈപ്പറ്റിയില്ല. കാരണം ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ പ്രോഡക്റ്റ് എപ്പോൾ അയച്ചു തരും പറഞ്ഞപ്പോൾ അവർ റെസ്പോൺസ് ഒന്നും ചെയ്തില്ല. കംപ്ലൈൻറ്റ് കൊടുത്തോളാനുമാണ് പറഞ്ഞത്. അപ്പം ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഏത് ടൈപ്പിലുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്ത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആ പ്രോഡക്റ്റ് കൈപ്പറ്റിയില്ല, ഞാൻ തിരിച്ചയക്കുകയാണ് ചെയ്തത്. അങ്ങനെ തിരിച്ചയച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു കോള്, അവിടുത്തെ കസ്റ്റമർ കെയറിൽ നിന്നൊരു കോള് വന്നിട്ട് ചോദിച്ചു, എന്താണ് മാഡം പ്രോഡക്റ്റ് നമ്മൾ അയച്ചിട്ട് മാഡം റിട്ടേൺ അടിച്ച എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ ഇത്രയും കാലം ഓർഡർ ചെയ്തിട്ട് ഇത്രയും കാലവും ഇതുവരെ നിങ്ങൾ പ്രോഡക്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്ത ഉടനെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് അയക്കാമെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ ഞാനിപ്പോൾ തയ്യാറല്ല, അതുകൊണ്ട് തിരിച്ചയച്ചു എന്ന് മറുപടിയാണ് ഞാൻ അവരോട് പറഞ്ഞത്. അല്ലാതെ എന്നെ അവർ കോണ്ടാക്ട് ചെയ്തിട്ടോ ഒന്നുമില്ല. കംപ്ലൈൻറ്റ് നിങ്ങളപ്പോൾ കേട്ടല്ലോ, ഈ വോയിസ് ഒക്കെ കേട്ടല്ലോ. നിങ്ങൾ ചിലപ്പോൾ ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവാം. ഓക്കെ, മുൻകൂടസ് എന്ന് പറയുന്ന ആ ഒരു പർച്ചേസിങ് ആപ്പ് വഴി അല്ലെങ്കിൽ അവർ വഴി നിങ്ങളും ചിലപ്പോൾ പറ്റിക്കിട്ടുണ്ടാവും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട സുഹൃത്തുക്കളെ. നല്ലൊരു വക്കീലിനെ കാണുക, കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകുക. ഇപ്പോൾ 1000 രൂപയ്ക്കും 500 രൂപയ്ക്കും ഒക്കെ വാങ്ങിച്ചിട്ട് ഡ്രസ്സ് കിട്ടാഞ്ഞ് പരാതി കൊടുത്തവർക്കൊക്കെ 10,000 വെച്ച് പോലും കോടതി കൊടുക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. അതായത് കോടതി ഉത്തരവിറക്കുന്നതാണ് കേട്ടത്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പൈസ പോയിട്ട് വർഷങ്ങളായി, 2-3 വർഷമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പലിശ അടക്കം തരാൻ ഈ പറയുന്ന ടീമുകൾ തയ്യാറായേ പറ്റൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും ഏതെങ്കിലും നിങ്ങളുടെ പരിചയത്തിലൊക്കെ അഡ്വക്കേറ്റ്സ് കാണും, അവരെ കണ്ടിട്ട് ഉറപ്പായിട്ടും കൺസ്യൂമർ കോർട്ടിൽ ഒരു പരാതിയും കൊടുത്തേക്ക് സുഹൃത്തുക്കളെ, തീരട്ടെ. ഓക്കെ, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പണമാണ്, അല്ലാതെ ആരും നമുക്ക് വെറുതെ കൊണ്ട് തരുന്നതൊന്നുമല്ല. ആ പൈസക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഓർഡർ ചെയ്യുന്നു, പണം അയച്ചു കൊടുക്കുന്നു, സാധനം കറക്റ്റ് സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്. ഇനി എന്തൊക്കെയായാലും ഇതിന് ഓണറിന് അണിഞ്ഞൊരുങ്ങി നല്ല കുട്ടപ്പായിട്ട് നടക്കാൻ ഇഷ്ടം പോലെ സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലെ പിന്നെ ഇങ്ങനെയുള്ള ബിസിനസ്സുകളൊന്നും തുടങ്ങാതിരിക്കുക. ആളുകൾക്ക്, അതായത് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സമയത്ത് സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർക്കത്? നമ്മളോരോ ഫംഗ്ഷനോ കാര്യങ്ങളോ വിവാഹത്തിനോ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഓരോ സാധനങ്ങളും ഹോപ്പ് ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അത് ആ സമയത്ത് ഇടാൻ പറ്റില്ല, പിന്നെ 1 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് കൊണ്ടു തന്നിട്ട് എന്താണ് കാര്യം? എന്തേലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ഇതിന്റെ ഓണർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയോ നന്ദിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പുള്ളിക്കാരിക്കൊക്കെ പറയാം, കാരണം അത്രമാത്രം വരുമാനവും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ഞാൻ വീണ്ടും പറയാണ്, നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിന് അവർക്കൊരു വിലയും കാണത്തില്ല, അവർക്കൊരു വാല്യൂ കാണത്തില്ല. അവര് നോക്കുമ്പോൾ 500 ഗുണവേട ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ടോപ്പ് അല്ലെങ്കിൽ ഒരു ചുരിദാർ എന്തേലും, അല്ലെങ്കിൽ ഒരു 600 1000 ഗുണവേട സാധനം, ഇവര് ലക്ഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇത് ആ ഒരു തുകയുടെ വാല്യൂ അറിയത്തില്ല. നമ്മള് 3-4 ദിവസം കിടന്ന് കഷ്ടപ്പെട്ടാലായിരിക്കും നമുക്ക് ഈ ഒരു 1000 രൂപ കിട്ടുന്നത്. മനസ്സിലായോ? സോ അതുകൊണ്ട് ഇവരിട്ട ആ ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഇതുപോലെ നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോവുക, നിങ്ങൾക്ക് നീതി കിട്ടും, ഉറപ്പായിട്ടും നീതി കിട്ടും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ഇവിടെ കണ്ടുനോക്കാം. ഹായ് ടിയേഴ്സ്, അപ്പം ഇന്ന് മുൻഗോഡസിനെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇന്ന് ഞാനിങ്ങനെ ഇരിക്കുന്നൊരു സമയമാണ്, അപ്പം നിങ്ങളോട് സംസാരിച്ചിട്ട് കുറേ നാളായി. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് സംസാരിക്കാമെന്ന്. അപ്പം മുൻഗോഡസ് സ്റ്റാർട്ട് ചെയ്തതേ 2017 ലാസ്റ്റ് 2018 കാലഘട്ടങ്ങളിലാണ്. മുൻഗോഡസിനെ എല്ലാവരും അറിയുന്നത് 2020 കോവിഡിൻ്റെ സമയത്താണ്. അപ്പം അത് മുതൽ ഇന്നേ വരെ മുൻഗോഡസിനെ സ്നേഹിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഒത്തിരി നന്ദി. മുൻഗോഡസ് ഒരിക്കലും ഏറ്റവും വലിയ ബ്രാൻഡാകാനൊന്നും ശ്രമിച്ചിട്ടില്ല. ആ സമയത്ത് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഏറ്റവും റേറ്റ് കുറവിൽ
ഏറ്റവും നല്ല ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്. അതിന് തക്കതായ കാരണങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ തീരുമാനത്തിന് ഒത്തിരി പേര് നമ്മൾ സ്നേഹത്തോടെ കൂടെ കൂട്ടി ഒത്തിരി പേര് വിമർശിച്ചു. ആ വിമർശിച്ചതിൽ കുറേയൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നു, കുറേയൊക്കെ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്തതുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടില്ല എന്നാ വിടുക, അത് മൈൻഡാക്കാൻ പോകാറില്ല. പക്ഷേ അതൊക്കെ മൈൻഡാക്കണമായിരുന്നെന്നും എല്ലാത്തിൻ്റെയും പിന്നാലെ പോയി അതിന് മറുപടി കൊടുക്കണമെന്നുള്ളതും ഞാൻ അത്രയ്ക്ക് അതിനന്ന് എടുത്തില്ല. പിന്നെ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു സംസാരത്തിൻ്റെ ഇടയിൽ കേട്ട കാര്യമാണ്. അതായത് ഒരു ഇൻഫ്ലുവൻസറായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വീഡിയോ വൈറലാവാനായിട്ട് മൂൺ ഗോഡസിൽ നിന്നൊരു ഡ്രസ്സ് വാങ്ങി അതിൻ്റെ വീഡിയോ ചെയ്താൽ മതി, വെറുതെ ഒരു വീഡിയോ ചെയ്താൽ മതി. അത് ശരിയാണോ തെറ്റാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, മൂൺ ഗോഡസിൻ്റെ പേര് എന്ന് പറയുന്നത് ആളുകൾ ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത്. പിന്നെ ഇപ്പോഴും എന്താ പറയുക, ഇപ്പോൾ ഒരു സമയത്ത്, ഇപ്പോൾ 2024 സമയത്ത് എൻ്റെ മകന് വന്ന ഒരു പ്രശ്നം, അതായത് ഹെഡ് ഇഞ്ചുറി, അതുപോലെ 2024 ലാസ്റ്റിൽ എൻ്റെ അമ്മയ്ക്ക് വൈകായിക വന്നതും 2025 അവരുടെ മരണവും, ഈ 2 കാലം എൻ്റെ ശ്രദ്ധ ഒന്ന് മാറ്റിയപ്പോൾ എന്താ പറയുക, നമ്മുടെ സിസ്റ്റത്തിൽ, മാനേജ്മെൻറ്റിൽ ഒത്തിരി വീഴ്ചകൾ സംഭവിച്ചു. നമ്മുടെ ഫാക്ടറിയിലൊരു പ്രോബ്ലം സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടത് കസ്റ്റമേഴ്സാണ്. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. അതായത് അതിൽ മൂൺ ഗോഡസ് തുടങ്ങുമ്പോൾ എൻ്റെ വിഷൻ എന്തായിരുന്നോ, അതായത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സ് കസ്റ്റമറിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു. വില കൂട്ടി വെച്ചിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നതും, അതുപോലെ തന്നെ വില കൂട്ടി ഒരു 600-700% ഒക്കെ ലാഭം വിട്ട് വെക്കുന്നതും സത്യം പറഞ്ഞാൽ ഈസിയാണ്. ഒരു ദിവസം ഒരു പ്രൊഡക്റ്റ് പോയാൽ മതി. പക്ഷേ എന്താ പറയുക, അത്രയും റേറ്റ് കുറവില്ല, അത്രയും റിസ്ക് എടുത്ത് അത് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കേട്ടിട്ടും, ഇത്രയും വിലക്കുറവിന് കൊടുക്കുന്നതുകൊണ്ട് ഇത്രയും ശത്രുക്കൾ ഉണ്ടാക്കി വെച്ചേക്കണം, ഇത്രയും കേട്ടിട്ടും നിനക്കൊന്ന് നന്നായിക്കൂടെ, വിലയിട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തോ ഞാൻ എന്ത് വിഷൻ്റെ പേരിലാണോ അത് തുടങ്ങിയത് അത് മാറ്റാനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഞങ്ങളുടെ സിസ്റ്റം, മാനേജ്മെൻറ്റ് എല്ലാം ഇങ്ങനെ റെഡിയാക്കി വരികയാണ്. തെറ്റ് എവിടെയാണോ സംഭവിച്ചത് അവിടെ നിന്ന് അത് തിരുത്തിക്കൊണ്ട് വരികയാണ്, ഓരോ ദിവസം കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരാനായിട്ട്. ഇപ്പം നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഇപ്പോൾ മൂൺ ഗോഡസിൽ ഭയങ്കര സംഭവമായിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാത്തതെന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ്സാണ് സൈഡിലൂടെ മുഴുവൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ എത്രയും വേഗം തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളെ വിശ്വസിച്ച ഓരോ കസ്റ്റമറിനും നന്ദി, വിമർശിച്ചവർക്കും നന്ദി. കാരണം വിമർശനങ്ങളില്ലെങ്കിൽ ഒരിക്കലും എന്താ പറയുക, നമുക്ക് ഒന്നും മെച്ചപ്പെടുത്താനായിട്ട് പറ്റില്ല. പക്ഷേ വൈറലാവാൻ വേണ്ടി ചെയ്ത വിമർശനങ്ങൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ മൂൺ ഗോഡസിൻ്റെ യാത്ര എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേറ്റ് കുറവിന് ഒരു സാധനം കൊടുക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ഡെയിലി നമ്മുടെ അവിടുത്തെ നിന്ന് ഒരു 1000-2000 പ്രൊഡക്ട്സ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഇവർക്ക് എന്താ പ്രൊഡക്ട്സ് കിട്ടിയതെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാത്തതെന്നൊക്കെ. ഇത് മൂൺ ഗോഡസിൻ്റെ എല്ലാ തെറ്റുകളും തിരുത്തി ഏറ്റവും സൂപ്പറായിട്ട് തന്നെ വിലയൊന്നും കൂട്ടാണ്ട്. ഇപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും, അയ്യോ മൂൺ ഗോഡസ് എന്താ ഇപ്പോൾ വേറെ പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ ഇടാത്തത് എന്ന്. ഇടാത്ത വേറൊന്നും കൊണ്ടല്ല, പെയിൻറ്റിങ്സ് അങ്ങനെ വേഗം ഒന്ന് തീർന്നു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഇതാക്കുന്നത്. കാരണം മൂൺ ഗോഡസ് ഗുജറാത്തിൽ വേറെ ഓഫീസും ഫാക്ടറിയും തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ഇതിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വില കുറച്ച് തരാൻ പറ്റിയ അത്രയും നല്ലതെന്ന് ഞാൻ വിചാരിക്കണേ. അതും എല്ലാവരുടെ കയ്യിലെത്തുന്നേക്കാളും മുന്നേ ഏറ്റവും ഫാസ്റ്റായിട്ട് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. അതായത് നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ കംപ്ലയിൻസ് വരുന്നത് 2024-2025 സമയമാണ്. അപ്പം എൻ്റെ മോൻ്റെ ഹെഡ് ഇഞ്ചുറി വന്ന സമയത്തും എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായ 2 സമയത്തും എനിക്ക് കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. ആ മാറി നിൽക്കേണ്ടി വന്ന സമയങ്ങളിൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുറേ മിസ്റ്റേക്കുകൾ. അപ്പം അതിനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിനെ വേഗം ശരിയാക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു
എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഉത്തരവാദിത്വം പൂർണ്ണമായി ഞാൻ ഏറ്റെടുക്കുന്നു. ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നിങ്ങളുടെ കൂടെ മുൻകോടസ് എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ മുൻകോടസിനെ ഓർക്കുക കേട്ടോ. താങ്ക് യു. ഓക്കെ, ഇപ്പൊ പുള്ളിക്കാരെ തന്നെ പറയുന്നുണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വീണ്ടും അടിപൊളിയായിട്ട് മുന്നോട്ട് വരുമെന്ന്. അങ്ങനെ തന്നെ വരട്ടെ. കാരണം ഒരു സംരംഭം നമുക്ക് ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. അതിന് വലിയ കുറെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട പണം തന്നെയാണ് ഇവർക്ക് എടുത്ത് കൊടുക്കുന്നതും. അപ്പോൾ അതിന്റെ ഒരു മാന്യത അവർ കാണിക്കണം. ഓക്കെ, കസ്റ്റമർ സൈഡിൽ നിന്നാണെങ്കിൽ പോലും ആ ഒരു രീതിയിൽ, കസ്റ്റമർ കെയറിൽ നിന്നാണെങ്കിൽ പോലും ആ ഒരു രീതിയിൽ പറയാനോ ചിന്തിക്കാനോ ഒക്കെ ഉള്ള ഒരു മാന്യത കൂടെ അവർ കാണിക്കണം. ഓക്കെ, എങ്കിലും എല്ലാം നല്ലതുപോലെ വരട്ടെ, നല്ല രീതിയിൽ പോട്ടെ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുതേ. പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ഫോളോ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതി, ഒന്ന് ക്ലിക്ക് ചെയ്യാൽ മതി. എന്നെ ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കല്ലേ. ബൈ.